നമസ്കാരം, ഞാൻ ടോഷ്മാസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ഓൾ പർപ്പസ് ഗ്രേവി. അതായത് ഈ ഗ്രേവി തയ്യാറാക്കി നിങ്ങൾ ചെറിയ കണ്ടെയ്നേഴ്സിലായിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം വർക്കിംഗ് വിമണിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. രാത്രി വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രേവിയുടെ ഒരു കണ്ടെയ്നർ എടുത്ത് ചൂടാക്കിയിട്ട് അതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു കറി തയ്യാറാക്കിയെടുക്കാം. ഈ ഓൾ പർപ്പസ് ഗ്രേവി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്നും എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ജീരകം 1 ടീസ്പൂൺ, പിന്നെ മസാലകൾ കറുവാപ്പട്ട 1 കഷ്ണം, ബേ ലീവ്സ് 1 തക്കോലം 1, വറ്റൽമുളക് 1, അതുപോലെ ഗ്രാമ്പൂ 3, ഏലയ്ക്ക അതുപോലെ തന്നെ 3. പിന്നെ നമുക്ക് വേണം സവോള 1 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 3 വെളുത്തുള്ളി, 2 കപ്പ് തക്കാളി, 1 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടി വേണം, അതുപോലെ മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, റിഫൈൻഡ് ഓയിൽ 2 ടേബിൾ സ്പൂൺ. സ്റ്റൗ നമുക്ക് കത്തിക്കാം. എന്നിട്ട് ഈ പാൻ വെച്ച് ഇതിലേക്ക് റിഫൈൻഡ് ഓയിലാണിത്, ഇത് കുറച്ച് ചേർക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ ചേർക്കണം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകൾ നമ്മൾ എടുത്തു വെച്ചത് അതും ചേർക്കാം. മസാലകളൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്കിതിലേക്ക് 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോള 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതും ചേർത്ത് കൊടുക്കാം. മസാലകൾ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോള 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതും ചേർത്ത് കൊടുക്കാം. ഇത് ഓൾ പർപ്പസ് ഗ്രേവിയാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇത് ഗ്രേവി തയ്യാറാക്കിയിട്ട് നമ്മൾ ചെറിയ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാനുള്ളതാണ്. അപ്പം നമുക്ക് സാധാരണയായിട്ട് നമ്മൾ തയ്യാറാക്കുന്നതിലും നമ്മൾ വഴറ്റുന്നതിലും കുറച്ചുകൂടി ഒന്ന് മൂത്ത് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഈ സവോള മൂപ്പിക്കണം. സവോളയൊക്കെ വഴന്നിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇത് 1.5-2 ടേബിൾ സ്പൂൺ ഏകദേശം മുളക് പൊടിയുണ്ട്, ഇത് നമുക്ക് ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതും ചേർക്കാം. നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് 2 കപ്പ് തക്കാളിയാണ് എടുത്തു വെച്ചേക്കുന്നത്, ഇത് ചേർക്കാം. ഇത് ചേർത്ത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്ത് ഇത് നന്നായിട്ട് ഈ തക്കാളി ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. നമ്മളിത് മൂടി വെച്ചിട്ട് കുറച്ച് സമയമായി. സവോള വഴന്നായിരുന്നു, തക്കാളി നന്നായിട്ട് വെന്ത് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നട്ട്സാണിത്. നട്ട്സ് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് അരച്ചതാണിത്, ഇതും ചേർക്കാം. ഇത് ചൂടാറണം നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടില്ല, ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതിനി നല്ല ചൂട് മാറിയ ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ ഇത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ചൂട് മാറി ഞാൻ ഈ ഓൾ പർപ്പസ് ഗ്രേവി മിക്സിയിൽ നന്നായിട്ട് അരച്ചു. ഇനി ഇത് കറി തയ്യാറാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗ്രേവിയിൽ നിന്ന് കുറച്ച് ഗ്രേവി ഇതിലേക്ക് ചേർക്കുക. ഈ ഗ്രേവി ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് പനീർ കറിയൊക്കെ തയ്യാറാക്കാനാണെങ്കിൽ ഞാനിതിപ്പം 1 കപ്പ് പനീർ ചേർത്തു, അതുപോലെ 1/2 കപ്പ് ഗ്രീൻ പീസും ചേർത്തു. കുറച്ച് വെള്ളവും ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. എന്നിട്ട് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഈ പനീറും അതുപോലെ തന്നെ ഗ്രീൻ പീസും നന്നായിട്ടൊന്ന് വേവട്ടെ. നമ്മുടെ ഓൾ പർപ്പസ് ഗ്രേവി ചേർത്ത് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. പനീറും അതുപോലെ തന്നെ ഗ്രീൻ പീസും രണ്ടും വെന്തിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. അതുപോലെ തന്നെ ഇത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒന്ന് കൈകൊണ്ട് ഞെരടി ഒന്ന് പൊടിച്ച് ചേർക്കണം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് പാർത്താം.
ഞാൻ ഇന്ന് തയ്യാറാക്കിയത് ഓൾ പർപ്പസ് ഗ്രേവിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉള്ള ഒരു ഗ്രേവിയാണ്. ജീരകമൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഇതിന് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്നത്. അല്ലാതെ ആണെങ്കിലും ഇതുപോലെ നമുക്ക് ഗ്രേവി തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഗ്രേവി തയ്യാറാക്കി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ വെച്ച് ഫ്രീസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്താൽ മതി. ആവശ്യമുള്ളപ്പം ഓരോ ചെറിയ കണ്ടെയ്നർ വീതം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ചേർത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. ഇത് നിങ്ങളുടെ ജോലിഭാരം ഒത്തിരി കുറയ്ക്കുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.